35 വയസ്സായ ഒരു മാമ മുറ പെണ്ണിനെ ശേഷറിയെ കെട്ടണമെന്ന് വെച്ചാൽ ഇപ്പം മാമ മോളെ സ്നേഹിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? എൻ്റെ മരുമ എന്താ ഇങ്ങനെ കിടക്കണ് വിളിച്ചിറക്കാൻ ഞങ്ങൾ വിളിയോട്ട് ആൾ ചെന്നപ്പോൾ ഉടുതുണി പോലും ഇല്ലായിരുന്നു ആ ചെറുക്കന്. ഇങ്ങനെ മാത്രം അവിടെ ഉള്ളായിരുന്നില്ല. അപ്പം അങ്ങനെ അറിയണം ചെന്ന് ഈ കാലുണ്ട് അങ്ങ് തട്ടി അങ്ങ് താഴോട്ടിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോഴേ പറഞ്ഞു ഒരാളല്ല അടിച്ചേക്കണത്. അടുത്ത ഡോക്ടർമാർ പറഞ്ഞു ഒരാളല്ല അടിച്ചേക്കണത്. തല പിടിച്ച് 4 തത്തിയാണ്ട് തറയിൽ ഇടിച്ചിട്ടുണ്ട്. 2 മക്കളല്ലേ? 2 പെൺമക്കൾ. 2 മക്കൾക്ക് കെട്ടിച്ചിട്ട് ഈ 2 മക്കളും ഉണ്ട്. അതിൽ എൻ്റെ ഇളയ മോളെ ഭർത്താവാണ് ഇപ്പം ഈ മരിച്ചത്. അവർ ഇത്തിരി കിടക്കാടല്ലായിരുന്നു. നമ്മൾ ഇത്തിരി കിടക്കാട മേടിച്ചിട്ട് ഇനി 2 ലക്ഷം രൂപയോളം ഈ പെരയുടെ കാറിന് കൊടുത്താലേ എൻ്റെ കൊച്ചുങ്ങൾക്ക് കിടക്കാടുള്ളൂ. ഈ പ്രമാണത്തിൻ്റെ കാര്യം ബാങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഈ കിടക്കാട ഇത് 4 സെൻറ്റ് പെരടുണ്ട്, ഇതിൻ്റെ പ്രമാണം എവിടെയെങ്കിലും കൊണ്ടുവച്ച് പൈസ എടുക്കണമെന്ന് ഈ വിളിച്ച ആളിൻ്റെ അടുത്ത് അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിളി വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നീ എവിടെ പോകണ്ടെന്ന് വെച്ചപ്പോൾ പറഞ്ഞെന്നേ ഇല്ല പ്രമാണത്തിൻ്റെ കാര്യത്തിന് ഞാൻ പോവേണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മരുമ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത്. ആ ഇറങ്ങിപ്പോയ കണ്ട കാഴ്ചയാണ് ഈ കിടക്കണത്. എൻ്റെ കുട്ടികൾക്ക് ഇനി കിടക്കാടില്ല. ഇനി 2 ലക്ഷം രൂപ അവർക്ക് കൊടുത്തെങ്കിലേ ഇന്ന് എൻ്റെ കൊച്ചുങ്ങൾക്ക് കിടക്കാടുള്ളൂ. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണോ ഇങ്ങനെ ചതിക്കുമെന്നോ ഇതിനാണെന്നോ നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ? ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മരുമ എൻ്റെ മോളടുത്ത് പറഞ്ഞിട്ട് പോയത്. കേൾക്കുകയും ചെയ്യുന്നവർ എന്തിനു ചെയ്ത് ഏതിനു ചെയ്യുന്ന അത് നമുക്കും അറിയണം. ഈ പറ്റു പറഞ്ഞാണ് എൻ്റെ മരുമ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവൻ പിന്നെ ചത്ത ജടം പോലെ കിടക്കണ കാണുമ്പോൾ ഏത് തള്ളയാണ് സഹിക്കണത്? എൻ്റെ കൊച്ചുങ്ങൾക്ക് വേല ചെയ്ത് കൊടുക്കാൻ ആളില്ല. ഞാൻ എത്ര നാളെൻ്റെ ഈ 2 കൊച്ചുങ്ങൾക്ക് വേല ചെയ്ത് കൊടുക്കും? ഇന്ന് 12 വയസ്സായ ചെറുക്കന് ഇന്നും അച്ചാന്നും പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ നോക്കി ഈ നിമിഷം വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ ഞാൻ എന്തോ ചെയ്യും? അതുങ്ങൾക്ക് ഒരു കിടക്കടല്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇറങ്ങിയല്ലേ ഒക്കെയുള്ളൂ നിങ്ങൾ. ഇതെല്ലാം അറിഞ്ഞും കേട്ടും ഇരിക്കുന്നവനല്ലേ ഈ വിളിച്ചിറക്കിയത്. അതെന്തിനാണ് ഏതിനാണെന്നുള്ള നമുക്കറിയണം. ഇതിലാരൊക്കെ ഉണ്ടോ ആ സാക്ഷികളെല്ലാം വേണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഇതിൽ ആരുൾപ്പെട്ടിട്ടുണ്ടോ ആ സാക്ഷികളെല്ലാം ഇതിന് ശിക്ഷ അനുഭവിക്കുകയും വേണം. കുടിച്ചാടി നടക്കുന്ന ഒരു ചെറുക്കനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് അവൻ മരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കുള്ള ദുഃഖമേ ഉള്ളൂ. സത്യം പറയണേ ഈ മക്കളില്ലെങ്കിൽ അവൻ ഒരു തുള്ളി വെള്ളം കുടിക്കത്തില്ല. ആ കണക്കിനിരുന്ന ഒരു ചെറുക്കനല്ലേ വിളിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾ ചെന്ന കണ്ടതും താടി പോലെ ഇങ്ങനെ കിടക്കുന്നു. ഈ വിളിച്ചിറക്കിയോ എൻ്റെ മരുമ എന്താ ഇങ്ങനെ കിടക്കണ് വിളിച്ചിറക്കിയാൻ ഞങ്ങൾ വിളിയോട്ട് ആൾ ചെന്നപ്പോൾ ഉടുതുണി പോലും ഇല്ലായിരുന്നു ആ ചെറുക്കന്. സത്യമാണ് പറഞ്ഞു. നമ്മളെ കണ്ടുകൊണ്ട് നീ വിളിച്ചോണ്ട് പോയെന്നാ ഈ തുണി ഇങ്ങനെ കിടന്ന് അവരുടെ പുറത്ത് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുത്ത് ആള് കൂടി മോള് എന്ന് അച്ചാന്ന് പറഞ്ഞിട്ട് ചെന്ന് പിടിച്ചപ്പം എവളാണ് ആ തുണി പിടിച്ച് ഇങ്ങനെ ആക്കി വെച്ചത്. അപ്പൊ ഈ വിളിച്ചിറക്കി കൊണ്ടുപോയ ആളിന് ഇതുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ വിളിച്ചിറക്കി ഈ തുണി ഞങ്ങൾ ചെന്നപ്പോൾ എന്തിന് അവൻ്റെ അടുത്ത് അവനല്ലാതെ വേറെ ആരുമില്ല. നമ്മൾ ചെന്നപ്പോൾ തുണി പിടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവൻ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നു. എൻ്റെ ചേട്ടൻ ഇങ്ങനെ ചെയ്തവരെ പിടിക്കണം. ഇനി അവൾക്ക് കിടക്കാടം വേണം. ഈ കൊച്ചുങ്ങളെ കൊണ്ട് റോട്ടിൽ കിടക്കാൻ പറ്റുമോ? എനിക്ക് 2 കൊച്ചുങ്ങളുണ്ട്, അവർക്ക് കിടക്കടമില്ല. ഉള്ള കാലം കൊണ്ട് ഞാൻ വേല ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോണെന്ന് ഉറപ്പുണ്ടോ? അത് നമുക്ക് അറിയത്തില്ല. പോലീസുമായി പിന്നീട് ബന്ധപ്പെട്ടില്ല. ഇല്ല, നമ്മൾ ഈ ആശുപത്രിയിൽ മരിപ്പൊക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ തിരക്കിയിട്ടില്ല. പിന്നെ IC കിടന്നപ്പം 2-3 തവണ പോലീസുകാർ അവിടെ വന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതേപോലെ സംഭവം പിടിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഈ വിളിച്ചിറക്കിയ ആളിനെ പിടിക്കണം. അതിലാരൊക്കെ ഉണ്ടോ അവരെ എന്തുകൊണ്ട് അവനെ എന്തിന് ഇങ്ങനെ ആക്കി നമ്മളെ കാണുമ്പോ ഈ വിളിച്ചിറക്കിയ ആള് നമ്മളെ കാണുമ്പോ തലയും കുമ്പിട്ട് പോവാ. അപ്പൊ നമ്മൾ എന്തൊരു വിശ്വസിക്കണം? സാർമാരായ എന്തൊരു വിശ്വസിക്കണം? അവന്മാര് വന്ന് അടിച്ചിട്ട് അങ്ങ് പോയി. പ്രതി ഇരുന്നോണ്ട് പറയാ പേര് രാജീവ്, അവന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ആ എല്ലാരും കൂടെ കൂടി നടക്കുമ്പോ ഇങ്ങനെ മാത്രമേ അവിടെ ഉള്ളായിരുന്നില്ല. അപ്പൊ അങ്ങനെ അറിയണ്ടേ ഒരു കുറ്റം ചാറ്റി ഞാൻ പോയി കിടന്നോളാം എന്ന് ഈ പ്രതി പറയുകയും ചെയ്തു അവിടെ നിന്ന്. അപ്പോഴേ ഈ പ്രതിക്കും അറിയാം, വിളിച്ച ആളിനും അറിയാം എന്തിനാണ് സംഭവിച്ചതെന്ന്. അല്ല കൊച്ചിന്റെ കാര്യം കൊണ്ടല്ല. കുടിക്കാതെയാണ് ഇവിടുന്ന് നല്ലവരെയാണ് പോയത്. ആശുപത്രി ചെന്നപ്പോൾ അവർ കുടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കുടിച്ചിട്ടെന്നാണ് ആ റോഡിൽ ഞാനും എൻ്റെ മോളുമാണ് മുമ്പേ ഓടണം. ഈ നമ്മൾ ഓടിക്കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞപ്പോഴി ഈ പറഞ്ഞ ആള് കുപ്പി കണ്ട ഇങ്ങനെ റോഡ് അരിവിന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നിട്ട് ചെന്ന് തന്നെ ഈ കാലുണ്ട് അങ്ങ് തട്ടി അങ്ങ് താഴോട്ടിട്ട് ആള് ഈ വിളിച്ച ആള് കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. ഈ ആളോട് ചെന്ന് ഡോക്ടർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കുടിച്ചിട്ടുള്ളത്. കുടിപ്പിച്ചിട്ടാണ് ഈ ചെയ്തതെന്നല്ല നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കുടിക്കാത്തവർ തന്നെ കുടിച്ചിട്ട് അവൻ ഈ 3 വർഷം ഉണ്ടായി അവൻ ഈ വയ്യാതായതിനു ശേഷം അവൻ അതിൻ്റെ ഗുളിക മരുന്നും കുടിക്കണം. ഇവരൊക്കെ അറിയാം, എൻ്റെ തൊട്ട് മുറ്റത്ത് കിടക്കുന്ന അവർക്കറിയാം അവ എങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവയ്ക്കണതെന്ന് തന്നെ. നമ്മളെല്ലാവരും ഉണ്ട്. ആള് വിളിക്കുന്നത് പറഞ്ഞാണ് പോയത്. ഈ പേരാടത്തിൻ്റെ അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എടീ ഞാൻ ദാ കയറി വരുന്നെന്നും പറഞ്ഞു. അവൻ്റെ പിന്നെ രണ്ടാമത്തെ ഇതിൽ ആളിനെ കിട്ടുന്നില്ല, ഒരു ബഹളം നടക്കുന്നു. ആ ബഹളം കേട്ടാണ് ഞാൻ ഓടി ഇറങ്ങി പോണത്. ഇവിടെ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എന്താ ഈ ഇവിടെ നിൽക്കുന്ന ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞാൻ അതുവരെ പോയി, ചേട്ടൻ്റെ അനിയനാണ്, ഞാൻ അതുവരെ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോഴും അവർ പറഞ്ഞിടാ നീ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ പെരടത്തിൻ്റെ കാര്യത്തിനാണ് പോണതെന്ന് പറഞ്ഞു. ഇതേ നമുക്കറിയത്തുള്ള അന്നേരോ ഇന്നരോ യവനുമായിട്ടുള്ള വഴക്കം എന്തരാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ എന്നോട് ചോദിച്ചു യവൻ വന്ന് നിങ്ങളെ മരുമകനെ അടിക്കാനായിട്ട് എന്ത് പ്രശ്നമെന്ന് വെച്ച്. അവൻ എൻ്റെ മാമനാണ് അവൻ. ഇപ്പം മാമൻ മോളെ സ്നേഹിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കുമോ? അവനെ അങ്ങനെ ആ മനസ്സിൽ അവൻ സ്നേഹിച്ച്, പക്ഷെ നമുക്കത് വേണ്ടാന്ന് വെച്ച്. മാമനാണ്. നമ്മളോട് ചോദിച്ചില്ല. നമ്മളടുത്ത് ഇന്നതുവരെ അവൻ പെണ്ണ് ചോദിച്ചിട്ടില്ല. അപ്പം മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് മാമനാണ്, മാമനും മോളും എന്തായാലും ഈ കല്യാണത്തിന് നമുക്ക് ഇഷ്ടമല്ല, അവക്കും വേണ്ടാന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളു. പിന്നെ അത് മുൻ വൈരാഗ്യം ഉണ്ടോയെന്ന് വെച്ചാൽ അതും നമുക്ക് അറിയത്തില്ല. 35 വയസ്സായ ഒരു മുറ പെണ്ണിനെ ശേഷറിയെ കെട്ടണമെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. അല്ലാതെ അവൻ പെണ്ണ് ഞങ്ങളോട് പെണ്ണ് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കൊടുക്കാമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഈ സന്തോഷം എന്ന് പറഞ്ഞവൻ എന്തിന് ഞാൻ അവനെ വിളിച്ചിറക്കി ഈ വേല ചെയ്തെന്ന് നമുക്കും അതറിയണം. നമ്മളിവിടെ ഫോൺ വിളിച്ചിട്ട് അവനെ കാണാതിരുന്നപ്പോൾ നമ്മൾ എൻ്റെ തിരക്കി ചെന്നതാണ്. അവൻ സത്ത ജടം പോലെ എടുക്കുന്നത്, ഒരു അനക്കം പോലും ഇല്ലാതെയാണ് ഇന്ന് ആ കൊച്ചിൻ്റെ അച്ഛൻ കിടന്നത്. അത് ആ ചെല്ലുമ്പോഴും അവനെ വിളിച്ചിറക്കിയ ഒരാളെ അവൻ്റെ അടുത്തുള്ളൂ. സത്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോഴും ഈ വിളിച്ചിറക്കിയ ആളല്ലാതെ വേറൊരു കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ ഈ വിളിച്ചിറക്കിക്കൊണ്ടുപോയ ആളിനെ പറ്റി നിങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു? കൊടുത്തിട്ടുണ്ട്. ഈ ആൾ തന്നെയാണ് പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയെന്ന്. എന്നിട്ടുള്ള സംഭവം അങ്ങനെ ഇദ്ദേഹത്തിന് പോലീസിന് വിളിപ്പിച്ചതായിട്ട് എന്തെങ്കിലും അറിയാമോ? അതും അറിയത്തില്ല. നമ്മൾ ആശുപത്രിയിലായിരുന്നു. നമ്മൾ 15 ദിവസം യവനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ IC കിടക്കായിരുന്നു. 15 ദിവസം ആയപ്പോൾ ജഡമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. ഈ സംഭവം നടന്നപ്പോഴേ അതേപോലെ നമ്മൾ പോയ നമ്മൾ ഈ 15 ദിവസം ഈ വീട്ടിൽ അന്നാണ് വരണത്. യവനെ ജഡം കൊണ്ടാണ് നമ്മൾ വരണത്. പിന്നെ അവനെ പിടിപ്പിച്ചിട്ടുണ്ടോ, ചോദ്യം ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ബഹളം കേട്ടാണ് നമ്മളെല്ലാവരും ഓടിച്ചെല്ലപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന ആൾ മാത്രമേ അവിടെ അടുത്തുള്ളൂ. ഞാൻ ചെന്നോടനെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെന്ന് പറഞ്ഞു ഇല്ല ഞാൻ 108 വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 108 വിളിക്കാതെ നിങ്ങൾക്ക് പോലീസിനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പോലീസിൻ്റെ നമ്പർ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100-ൽ വിളിച്ചാൽ കിട്ടുമായിരുന്നല്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ 108-ൽ ഞാനും വല്ല കുഞ്ഞോനെന്ന് പറഞ്ഞാണ് കൂടെ എടുത്തുകൊണ്ട് പോണത്. അവിടെ ആശുപത്രി കൊണ്ടുപോയപ്പോഴേ പറഞ്ഞു ഒരാളല്ല അടിച്ചേക്കണത്. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഒരാളല്ല അടിച്ചേക്കണത്, തല പിടിച്ച് 4 തത്തിയാണ്ട് തറയിൽ ഇടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. രക്തം കട്ട പിടിച്ചത് അതുകൊണ്ടാണെന്ന്, ആളിനെ കിട്ടത്തില്ലെന്നും പറഞ്ഞു. പിന്നെ ആ പ്രതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ രാത്രി തന്നെ പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇതിൻ്റെ പിറകിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം. ഈ കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, രാജീവ് എന്ന് പറയുന്ന ഒരാളിനെ. പോലീസ് പറഞ്ഞത് ഇവിടെ അടുത്തവിടെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുന്ന ആണെന്നാണ് പറഞ്ഞത്. അത് എവിടെയാണ് താമസിക്കുന്നത്? അവർ മടത്തനാണ് താമസിച്ചിട്ടുള്ളത്. ഇപ്പം ഈ വീടുമായിട്ടുള്ള അവരുടെ ബന്ധം എന്താണ്? ഈ വീടുമായിട്ട് എൻ്റെ മാമൻ്റെ അവൻ്റെ സഹോദരിനെ എടുത്തേക്കുന്നത് ബന്ധമുണ്ട്. അപ്പം മൊറയിൽ ഇതാരായിട്ട് വരും? ഈ മാമനും മോളുമായിട്ടൊക്കെ വരും. മാമനും മോളുമായിട്ട് വരും. അല്ലെങ്കിൽ തന്നെ 16 വയസ്സേ ആയിട്ടുള്ളൂ കൊച്ചിന്.
അപ്പോൾ തന്തയ്ക്കും ഇഷ്ടം ആർക്കും ഇഷ്ടമല്ല. അപ്പം പറഞ്ഞത് വേണ്ട ബന്ധുക്കളും കൂടെയാണ് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞു. അതിന് മനസ്സിലായി, അതങ്ങ് മാറി അതായി. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പോയിട്ടുമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് നമുക്ക് അറിയത്തില്ല.